Oh man. Oh, sorry. Hi guys. ഞാൻ ക്യാമറ കൂടുതലാണ് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കിടിലം വീഡിയോസാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റയിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിൽ ഒരാളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത്. അത്യാവശ്യം 78K ഫോളോവേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇരിക്കുന്ന വീഡിയോയ്ക്ക് പ്രോപ്പർലി നല്ല ലൈക്സ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 1000 ലൈക്കൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് എൻ്റെ ചാനലായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കോട് ഇനി വിളിച്ച് കാണിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. It's me, RAHUL raj. Welcome back to the video. So guys, ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ ഈ സൈഡിൽ കാണിക്കാം. ഈ സൈഡിൽ ആ വീഡിയോസൊക്കെ കാണാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നല്ല രീതിയിലാണ് വീഡിയോസ് ഈ ഒരു ചേച്ചി ചെയ്യുന്നത്. നല്ല രീതിയിൽ വീഡിയോസ്, അതുപോലെ ഇപ്പം കരയുന്ന സീനായാലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, എന്തൊക്കെ സീനാണ് നമുക്ക് ആ ഒരു മൂവിയിൽ എങ്ങനെയൊക്കെ അഭിനയിക്കുന്ന അതേ രീതിയിൽ നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. പൊതുവെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ ആളെ അറിയാതിരിക്കാം. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അക്കൗണ്ട് നോക്കാം. ഫസ്റ്റ് വീഡിയോ പ്ലേ ചെയ്തു. സോറി, നമുക്കൊന്ന് അക്കൗണ്ട് നോക്കാം. ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇൻട്രോയ്ക്ക് മുമ്പായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുറേ അധികം വീഡിയോസ് ഇവിടെ കിടപ്പുണ്ട്. ഏകദേശം 2384 പോസ്റ്റോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഫസ്റ്റിലത്തെ ഒരു വീഡിയോ കണ്ടു നോക്കാം. നോർമലി ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. വലിയ രീതിയിൽ ലൈക്കില്ല. പിന്നെ ഫോളോവേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിനനുസരിച്ചൊരു ലൈക്കൊന്നും ആ വീഡിയോസ് ഇല്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അഭിനയം നോക്കണം, അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് കണ്ടിരിക്കാൻ തോന്നും. ഒരു ഫീല് ആ ഒരു അഭിനയത്തിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പം യക്ഷിയുടെ കാല് തറ ഉറയ്ക്കുന്നില്ല, എൻ്റെ കാല് തറ ഉറയ്ക്കുന്നില്ല. കാരണം കറക്റ്റ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് അഭിനയിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ കൂടെ എല്ലാവരും എന്നെ കുട്ടിച്ചാത്താന്ന് വിളിക്കും. കുട്ടിച്ചാത്ത കല്യാണം നമ്മൾ കറക്റ്റ് ആ ഒരു ആക്ടിങ് ഉണ്ടല്ലോ, കറക്റ്റ് അതാണ് പറഞ്ഞ ആക്റ്റീവ് അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കത് വളരെയധികം നമുക്കൊരു എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കിയിരിക്കാൻ തോന്നുന്ന ആ ഒരു ഫീൽ. കൊമ്പ് നമുക്ക് വേറൊരു വീഡിയോ ഉണ്ടല്ലോ, വേറൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു വിഷമമുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് അത്യാവശ്യം സാഡായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പും മുളകും സീനിനകത്ത് നീലിമയുടെ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് നീലൂര് ഓണം തന്നെ ആണോ? എത്ര വട്ടം പായസം ഉണ്ടാവും സദ്യക്ക്? പൈസ മാത്രമേ അവയിലും സാമ്പാർ എന്നെ കൂടെ പിടിച്ചത് തരാടി നിനക്ക്. എന്റെ പുറത്തേക്ക് ആര് പറഞ്ഞാ? നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്റെ പുറത്തേക്ക് വരില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ബാലേന്ദ്രൻ തമ്മിൽ കുറെ ആടി തിമിർത്തിട്ടുള്ളതാണ്. പഴയ നൂലിനി ആടെ നീലിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇത് തിരിച്ചങ്ങോട്ട് ഒരു ആട്ടോ ഉണ്ടാവും. ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. കുറഞ്ഞില്ലെന്ന് വേണ്ട. അവിടെ പിള്ളേർ തപ്പി പൊരിഞ്ഞാടി കഥാപ്രസംഗം പറഞ്ഞു കുറെ നാളായി നോക്കി വെച്ച് 1200 ലൈക്ക് വന്നുള്ളൂ. പക്ഷെ നല്ല ലൈക്ക് കിട്ടുന്ന വീഡിയോ ആണ്. കാരണം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം അത് കറക്റ്റ് ആ ഒരു നമ്മളെ ഉപ്പുമുളകും സീരിയലും കാണുന്ന ആ സമയത്ത് അതിനകത്ത് എങ്ങനെയാണ് നീലിമ ആക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ ആക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ട്. ക്ഷമിക്കാണ്. തള്ളയ്ക്ക് കൊണ്ടാലേ മക്കൾ പഠിക്കും, തന്തയ്ക്ക് കൊണ്ടാലും മക്കള് പഠിക്കും. തന്തയ്ക്കുള്ള തിരി പുളിക്കും. തള്ളയ്ക്ക് കൊള്ളാൻ പുളിക്കും. നീ അടി മാടി വിളിക്കല്ലേ? മാടി വിളിക്കാനാണ്. നമുക്കൊരു ഇച്ചിരി ഫണ്ണായിട്ടുള്ളൊരു കോമഡി സിനിമ വെച്ചാൽ നോക്കിയാലോ? ആ നമുക്ക് നോക്കാം. നമസ്കാരം. അതെന്താ ബാക്കിയുള്ള എസ് ഐമാർക്കൊന്നും സ്ഥലമില്ലേ? ഈ സ്ഥലത്തെ സ്റ്റേഷനിലെ SI ആണെന്ന്. നമ്മളെ കൊച്ചു പിള്ളേരുടെ കാര്യമൊക്കെ
കുഞ്ഞുങ്ങളാകുമ്പോൾ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഈ എന്റെ മോന്റെ ഭാഗത്തും തെറ്റ് കാണും, നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റ് കാണും. ഇല്ലാതെ പുക ഉണ്ടായില്ലല്ലോ. ആര് പറഞ്ഞു? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ പുക വരുന്നുണ്ടല്ലോ, അത് താ തീ കൊണ്ടിട്ടോ. നിങ്ങൾ ഇങ്ങനെ ആവശ്യം സംസാരിച്ചിട്ട് കാര്യമല്ല സ്ത്രീയെ. ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയാണെന്ന് നോക്കാം. അവർ നല്ല നല്ല സൗന്ദര്യമുള്ള സ്ത്രീയല്ലേ, അവരിങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? എടോ താൻ എന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. അത് സിനിമാക്കാര് പണ്ടേ തീരുമാനിച്ചതാ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന്. എന്നെ സിനിമയിൽ വിളിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ പോയില്ലേ? ഇല്ല, ചെറിയ റോളിന് ഞാൻ പോവാറില്ല. വലിയ റോൾ കിട്ടിയ വലിയ റോൾ ആരും വിളിക്കാറില്ല. എങ്ങനെ വിളിക്കും? ഇതല്ലേ സ്വഭാവം. എന്റെ സ്വഭാവം അറിയാനാണോ താൻ ഇവിടെ വന്നത്? തന്റെ മോനാണോ എന്റെ മോളെ ഉമ്മ വെച്ചത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒന്നും പറയാനില്ല. കാര്യം അഭിനയം ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം എനിക്കൊന്നും പറയാനില്ല. അതെന്ന് വെച്ചാൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ കൊടുക്കും. ഞാനെന്നുണ്ടെങ്കിൽ കാണുന്നൊരു അത്യാവശ്യം ഈ വീഡിയോക്കൊക്കെ ലൈക്ക് കൊടുക്കണം. കാരണം അത്യാവശ്യം നല്ല ലൈക്ക് കിട്ടേണ്ട വീഡിയോസാണ്. അതിൽ എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് പോലും അത്രയും കാണില്ല. ഒരു 18 സംതിങ് വ്യൂസ് ഉണ്ടെങ്കിലും അതിനേക്കാൾക്ക് ലൈക്ക് ഇല്ല. 2000 സംതിങ് ലൈക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് സാഡ് ഇംപ്രഷനുള്ള വീഡിയോസ് നോക്കിയാലോ. സാഡായ അവിടെ വിഷമത്തോട് ആ കാര്യം പറഞ്ഞെങ്കിലും അതേപോലെ തന്നെ ചിരിക്കുകയും ചെയ്തു. അതാ ചില അത്ര ആറ്റിറ്റ്യൂഡാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകുമ്പോൾ അതേപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത് ഇത്. ഒരു സാഡായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. അതൊരു സീരിയസ് ആയിട്ടൊരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു നല്ല രീതിയിൽ ആ ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് വേറെ ഒന്നും പറയില്ല. അപ്പോൾ സോ ഗൈസ്, ഇന്ന് ഞാൻ ആകെ ആ ഒരു അക്കൗണ്ടിൽ ഒരു 3-4 വീഡിയോസ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ ഇത് കണ്ടിട്ട് ചിലപ്പം നല്ല കമൻറ്റൊന്നും ഇടണമെന്നില്ല. കാരണം ഇങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ചുമ്മാതെ പറഞ്ഞ് വട്ടം കറങ്ങുന്നവരെയും ചാടിപ്പെടുത്തുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു, അവർക്ക് ലൈക്ക് ഇഷ്ടം പോലെ. പക്ഷേ നല്ല രീതിയിൽ അഭിനയിക്കുന്നവർക്ക് ലൈക്ക് ഇല്ല. അതാണ് ഇവിടെ നോർമലി റീൽസിൽ പോലും നടക്കാറുള്ളത്. റീൽസ് ആയാലും ടിക്ടോക്ക് ആയാലും എന്തൊക്കെ ഉണ്ടോ മോജായാൽ പോലും അതാണ് സംഭവിക്കുന്നത്. നല്ല രീതിയിൽ അഭിനയിക്കുന്നവർക്ക് ലൈക്കില്ല. അത് നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യുന്നവർക്ക് ലൈക്കില്ല. ചുമ്മാതെ അവിടെ ഇവിടെ നടക്കുന്നവർക്കും ചുമ്മാ വട്ടം കറങ്ങി കാണിച്ചാലും അതിനൊക്കെ ലൈക്ക് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ അഭിനയിക്കുന്നവർക്ക് ലൈക്ക് കൊടുക്കുക. അതൊക്കെ നിങ്ങളിപ്പോൾ 18 പേര് ഇതൊന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യൂവേഴ്സൊക്കെ നോക്കുമ്പോൾ 18,000 പേര് കാണുന്നുണ്ട്, അല്ലെ 20K ആൾക്കാർ കാണുന്നുണ്ട്. അത്രയും വ്യൂസ് ഉണ്ട്. 20K വ്യൂസ് ഉണ്ട്, 30K വ്യൂസ് ഉണ്ട്. എന്നിട്ട് അതിനൊക്കെ ലൈക്കില്ല. ആകപ്പെട്ട് കിട്ടുന്ന 1000 ലൈക്സ്. ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോ ആയാൽ പോലും ചിലപ്പോൾ നല്ല വ്യൂവേഴ്സ് കാണും, ലൈക്ക് കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഉള്ളത് പൊതുവെ ഒരു ലൈക്ക് കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് ആർക്കും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് കൊടുക്കുമല്ലോ. എന്തായാലും നിങ്ങൾ കൊടുക്കുക. ഇത് നിങ്ങളുടെ ഒരു ഇതാണ്. നിങ്ങൾ നാളെ ഒരു സമയത്ത് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കാരും ലൈക്ക് തന്നില്ലെങ്കിൽ പൊതുവെ ഉണ്ടോ നിങ്ങൾക്കൊരു ചെറിയൊരു വിഷമമുണ്ടോ? ഞാൻ ഇത്രയും നല്ലതായിട്ട് ചെയ്തു, എനിക്ക് ഞാൻ ഇത്രയും നല്ലൊരു കാര്യം അവതരിപ്പിച്ചു, അതിന് ലൈക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ടോ? അപ്പോൾ അതേപോലെയാണ് എല്ലാവരുടെയും കാര്യം. ഇപ്പം പൊതുവെ നിങ്ങൾ ലൈക്ക് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് കൊടുക്കുക. ഒരു ലൈക്കല്ലേ പോകുന്നത്. അത് ലൈക്കിന് ലിമിറ്റേഷൻ ഇല്ലല്ലോ. നമ്മുടെ ഇൻസ്റ്റയിലായാലും ഒന്നിലും ലിമിറ്റേഷൻ ഇല്ല. ലൈക്കിന് കൊടുത്തോ, നിങ്ങൾ വാരി ദൂരം കൊടുത്തോ, ഒരു പ്രശ്നമില്ല. ലൈക്കിന് ലിമിറ്റേഷൻ ഇല്ല. ലൈക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് കൊടുത്തരും. അതൊക്കെ കൊടുക്കുക. അതിനനുസരിച്ച് ഇവർക്ക് നല്ലൊരു ആക്ടിങ് ആണ് എനിക്ക് കണ്ടത്. പിന്നെ ആ വീഡിയോക്കകത്ത് നല്ലൊരു ബെറ്റർ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നല്ല രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നുണ്ട്, അവർ എഫോർട്ട് എടുക്കുന്നുണ്ട്. ആ വീഡിയോ എഫോർട്ടും എടുക്കുന്നുണ്ട്, എഫോർട്ടിലാണ് ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോക്ക് അനുസരിച്ച് ലൈക്കില്ല. അപ്പോൾ നമ്മളെക്കാളിലൊക്കെ പ്രായമുള്ളൊരു ചേച്ചിയാണ്. പക്ഷെ നല്ലൊരു ലൈക്ക് കൊടുക്കാമെങ്കിൽ നല്ല ഇതായിരിക്കും. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതെ ഇതുപോലുള്ള വീഡിയോസ് അല്ല, ഇനി ഇതിന് വെറൈറ്റി വീഡിയോസ് വരാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. എനിക്ക് ടൈമിൻ്റെ കുറച്ച് ഡ്യൂറേഷൻ കാരണമാണ് വീഡിയോസ് എടുക്കാത്തത്. വേറൊന്നുമല്ല, പിന്നെ കണ്ടന്റ് കറക്റ്റ് നമുക്ക് സ്പോൺ ചെയ്ത് എടുക്കാൻ ഒരുപാട്. അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്, അതുപോലെ ടെക്നോളജി വീഡിയോസ് വരുന്നുണ്ട്, എല്ലാ വീഡിയോസും വരുന്നുണ്ട്. അപ്പം സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റാ, സീ യു.